ഒതുക്കുങ്ങലിലും മലപ്പുറത്തും സ്കൂളുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്ന പ്രതികളെ കോട്ടക്കൽ പോലീസ് പിടികൂടി. പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികളാണെന്നും മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ലഹരി ഉപയോഗം നടത്തുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പതിവെന്നും പോലീസ് പറഞ്ഞു. ഒതുക്കുങ്ങലിലും മലപ്പുറത്തും സ്കൂളുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്ന പ്രതികളെ കോട്ടക്കൽ പോലീസ് പിടികൂടി. കോഴിക്കോട് മുക്കത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മൂവാറ്റുപുഴ പാലത്തിങ്ങൽ വീട്ടിൽ മുഹമ്മദ് അൽത്താഫ്, എറണാകുളം പേഴക്കപ്പിള്ളി മുളവൂർ മഴയിടത്ത് വീട്ടിൽ ആഷിഖ് അൻസാരി എന്നിവരെ കേരള കർണാടക അതിർത്തിയിലെ കാട്ടിക്കുളത്ത് വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതിയായ ദക്ഷിണ കർണാടകയിലെ മഞ്ചനാടി ബട്ടിയാടുക്ക വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഫയാനെ കേരള പോലീസിന്റെ സഹായത്തോടെ മംഗലാപുരം പോലീസ് പിടികൂടി. വധശ്രമം, കളവ് തുടങ്ങി 23 കേസിൽ അറസ്റ്റ് വാറന്റ് ഉള്ളതിനാൽ പ്രതിയെ മംഗലാപുരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെയാണ് മുഖംമൂടി അണിഞ്ഞ 3-അംഗ സംഘം ഇരുചക്രവാഹനത്തിൽ ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഓഫീസ്, സ്റ്റാഫ് റൂമുകൾ എന്നിവ കുത്തിപ്പൊളിച്ച് അകത്തുകയറി പണവും മറ്റും കവർന്നത്. മുണ്ടുപറമ്പ് AMUP സ്കൂളിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയ പ്രതികൾ 1 ലക്ഷത്തോളം രൂപയും CCTV, DVR-ഉം ഇൻഡക്ഷൻ കുക്കറും മോഷണം നടത്തിയിരുന്നു. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും CCTV ദൃശ്യങ്ങളടങ്ങിയ DVR അടക്കം മോഷണം നടത്തിയതിനാൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. തുടർന്ന് മലപ്പുറം SPR വിശ്വനാഥ്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KM ബിജു എന്നിവരുടെ മേൽനോട്ടത്തിൽ കോട്ടക്കൽ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിനിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചായിരുന്നു അന്വേഷണം. പിടികൂടിയ 3 പേരും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പ്രതികൾ മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ലഹരി ഉപയോഗം നടത്തുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പതിവെന്നും പോലീസ് പറഞ്ഞു. കോട്ടക്കൽ SI സൈഫുള്ള, ദിനേശ് ഇരിപ്പക്കണ്ടൻ, സലീം പൂവത്തി, രഞ്ജിത്ത് രാജേന്ദ്രൻ, BP ബിജു, K ജസീർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ.